ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി എന്താണ് ഒരു മീൻകറിയാണ്, അയല മുളക് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഞാൻ അയലയെല്ലാം ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി എന്തൊക്കെ ഐറ്റം എടുത്തിട്ടുള്ളതെന്ന് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറിയ പീസായിട്ട് കുനുകുനാന്ന് ഞാൻ അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ചട്ടി ഉടയുന്ന ചട്ടി വെക്കുമ്പോഴാണ് അതിനകത്താണ് ടേസ്റ്റ് കൂടുതൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചട്ടി ഇല്ലാത്തത് കാരണം ഞാൻ പാനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചട്ടി ഉള്ളവർ എപ്പോഴും ചട്ടി തന്നെ യൂസ് ചെയ്യുക, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കടുകും കുറച്ച് ഉലുവൊക്കെ ഇട്ടത് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി എല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് കുനുകുനാന്ന് അരിഞ്ഞ് വെക്കണം. അത് അരിഞ്ഞ് വെച്ചത് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സൈസാണോ മീൻ കറി വെക്കുന്നത്? ഓരോരുത്തരും ഓരോ സ്റ്റൈലല്ലേ. ഇതുപോലെ വെക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിടണം. പിന്നെ അതിനുശേഷം ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. ഒരുപാട് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല കേട്ടോ. മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നോക്കിയോ എന്തൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലും മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേണം ചേർക്കാൻ കേട്ടോ. എരിവിനനുസരിച്ച് ചേർക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ എരിവിനനുസരിച്ചാണ് ഇവിടെ ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുമല്ലോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുടംപുളിയുടെ വെള്ളവും കുടംപുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച്. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അവിടെ കിടന്ന് കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ഒരുപാട് വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനാണെങ്കിൽ നമുക്ക് ഈ മീനെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അയല വെച്ച് വെക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. ഓരോരുത്തരും ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ വെക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റൈലാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല കട്ട് ചെയ്ത് അയല ഇട്ട് കൊടുക്കുക. ഞാൻ അയലയുടെ കുറച്ച് പീസൊക്കെ വറക്കാൻ എടുത്തിട്ടുണ്ട്. ബാലൻസ് ആണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.